എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ഡെയിലി വ്ളോഗാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ലോങ് വീഡിയോസ് മാത്രമല്ല, ഷോർട്ട് വീഡിയോസും ഞാൻ അധികം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നും കണ്ടല്ല, മടിയായിരുന്നു. പിന്നെ വേറെ കണ്ടന്റും കാര്യങ്ങളൊന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഡേ 1 കാര്യമാണ്. ഞാൻ ക്ലാസ്സിൽ നിന്ന് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഒരു മൂവിക്ക് പോകാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ ഞാനും ഉമ്മച്ചി വാപ്പിച്ചി അനിയത്തിയും കൂടിയാണ് പോകുന്നത്. ഇത് കുറച്ച് ദിവസം മുൻപേ എടുത്ത വ്ളോഗ് ആയതുകൊണ്ട് നരിവേട്ട എന്ന് പറഞ്ഞൊരു മൂവിക്കാണ് പോയത്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടി ബസ്സിലാണ് പോകുന്നത്. ഈ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് ഈ KSRTC ബസ്സിൽ പോകാൻ നല്ലൊരു വൈബാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കിട്ടി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും പെട്ടെന്ന് തന്നെ കിട്ടി. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ തിയേറ്ററിലെത്തി. ശരിക്കും ഞങ്ങൾ ഈ മൂവിക്ക് വരാനല്ല പ്ലാൻ ഇട്ടേ, വേറൊരു മൂവിക്കാണ് പ്ലാൻ ഇട്ടത്. ആസിഫലിയുടെ ഒരു മൂവിക്ക്. അത് 6 മണിക്കായിരുന്നു. ഞങ്ങൾക്ക് ബസ് കിട്ടി ഞങ്ങൾ വന്നപ്പോഴേക്കും കറക്റ്റ് 6 മണി 6:15 എന്തോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ആ മൂവി കിട്ടിയില്ല. പിന്നെ ഈ നരിവേട്ടയ്ക്ക് കയറാൻ വെച്ചു. ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസത്ത്, പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം പോയതാണ്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ മൈലേജ് കാണുന്നത്. അപ്പോൾ 6:30 ടൈം എന്തോ ആയിട്ടുള്ളൂ. 7 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊക്കെ ചുമ്മാ ഇറങ്ങി കുറേ നേരം അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് എന്തോ പോലെ ആയിട്ട് പുറത്തിട്ട് ഇറങ്ങി. പിന്നെ ഒരു പപ്സൊക്കെ മേടിച്ച് പിന്നെ തിയേറ്ററിനുള്ളിലേക്ക് കയറി. ഈ പപ്സ് തിന്നുന്ന പരിപാടി ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണല്ലേ. ഞാനത് കഴിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം ഫുൾ ആ പപ്സ് ആയിരിക്കും. അത് എല്ലാവരും തിന്നുമ്പോൾ അങ്ങനെ തന്നെയാണല്ലേ. പിന്നെ ഉമ്മച്ചിക്കും വാപ്പിച്ചിക്കും ഓരോ പോപ്കോണൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ ഈ പപ്സ് അങ്ങനെ തിന്നു. ഞാൻ ഇരുന്ന സ്ഥലം മൊത്തം പപ്സായിരുന്നു. പപ്സിൻ്റെ പൊടിയായിരുന്നു ഫുൾ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അത് കഴിച്ചിരുന്നപ്പോഴേക്കും മൂവി തുടങ്ങി. നല്ലൊരു മൂവിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഫാമിലി ഫൺ മൂവി എന്നല്ലെങ്കിലും ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നേരം മൂവി കണ്ട് അങ്ങനെ ഇരുന്നു. ഇൻ്റർവെല്ലായിപ്പോൾ ഈ ഒരു ചിപ്സൊക്കെ മേടിച്ച് മൂവിയൊക്കെയാണ് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്നപ്പോൾ രാത്രി കപ്പ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കസിനാണ് അത്. ആ പച്ചഷർട്ടിട്ടത് ഞങ്ങളുടെ കസിനാണ്. അപ്പോൾ ഈ കപ്പയൊക്കെ തിന്ന് ഞങ്ങൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അവനെ വീഡിയോയിൽ കാണിച്ചപ്പോൾ അവനിങ്ങനെ ചിരിക്കണയാണ്. സോ പിറ്റേ ദിവസമായി ക്ലാസ്സിൽ പോയി. എന്നും ഈ കോളേജ് എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് കയറി വരുന്നുണ്ട്. അതിങ്ങനെ പറഞ്ഞ് ശീലമായതുകൊണ്ടാണ്. നിങ്ങൾ ക്ഷമിക്കണം. ക്ലാസ്സിലാണ്. അങ്ങനെ ക്ലാസ്സിൽ പോയി. ക്ലാസ് കഴിഞ്ഞു, ഉച്ചയായി. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഫുഡിങ് ഒന്നുമല്ല, ചെറിയൊരു സ്നാക്സും ഷേക്കും എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലോട്ട് പോയി. ഈ ഷോപ്പിലാണ് ഞങ്ങൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ടുള്ളൂ വന്നിട്ട്. കാരണം ക്ലാസ് തുടങ്ങിയിട്ട് 2-3 വീക്ക് ആയിട്ടുള്ളൂ. സോ ഇവിടുത്തെ അവിൽ മിൽക്ക് അടിപൊളിയാണ്. ഈ ഒരു അവിൽ മിൽക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്രയ്ക്കും അടിപൊളി സാധനമാണ്. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റിയും, ഇതിന് 50 രൂപയുള്ളൂ, പക്ഷെ നല്ല ക്വാളിറ്റിയും ഉണ്ട്. ഐസ്ക്രീമും ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഉണ്ട്. പക്ഷെ അടിപൊളി ടേസ്റ്റുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മൊമോസ് ആസ് യൂഷ്വൽ അടിപൊളിയാണ്. ഞങ്ങളെപ്പോൾ എന്നാലും മൊമോസാണ് കഴിക്കൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നപ്പോൾ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. കാരണം വലിയതായിട്ടുള്ള ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ഈ കപ്പങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കപ്പങ്ങ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സിലൊന്നാണ് ഈ കപ്പങ്ങ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം മിറർ സെൽഫിയൊക്കെ എടുത്ത് പഠിച്ചു വർക്കണയാണ്. അങ്ങനെ അന്ന് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസം Day 2 ആയി. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചയായപ്പോൾ വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ആ സ്ഥലമൊക്കെ മാറ്റി പിടിച്ചിരുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വിചാരിച്ചു. പോണ വഴിക്ക് ഇങ്ങനെ ഒരു ഫ്ലവറൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ചെന്നു. ഒരു കെയർ ബേക്കേഴ്സ് എന്ന് പറഞ്ഞ റോയിലോട്ടാണ് വന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഇങ്ങനെ ക്രേവിങ്സ് ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ 2 ചോക്ലേറ്റ് മൂസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലൊക്കെ ഓർഡർ ചെയ്താണ് സൂപ്പർ സാധനമൊക്കെയാണെന്ന് വിചാരിച്ച്. പക്ഷേ ഓക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുറേ അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. നല്ല മട്ടിപ്പ് വരുന്നുണ്ടായിരുന്നു. ഈ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മട്ടിപ്പ് വരുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്തു. അങ്ങനെ പിന്നെ ഈ കാണുന്ന കുരിപ്പിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് പോകുന്നത്. സോ അവൾ കാണേണ്ട അവളുടെ വീട്ടിൽ വന്നു. അവൾ അറിഞ്ഞിട്ടില്ല. അവളുടെ ഉമ്മച്ചിയും അകത്ത് TV കാണാമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ ബാക്കിൽ അവളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ചുമ്മാ റിബണും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. സോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് സാഹചര്യത്തിന്റെ കട്ടെടുത്തു. ഇനി അവളെ പോയി വിളിക്കാം. ഞങ്ങൾ ബ്ലാക്ക് കോഡാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.
അങ്ങനെ കേക്ക് മുറിച്ചു. അവിടുന്ന് ഇറങ്ങാൻ നേരത്താണ് റംബൂട്ടാൻ മരം കണ്ടത്. പിന്നെ ഈ രണ്ടാൾക്കാരെ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അത് തന്നെ. പിന്നെ ഡേ 3. അപ്പോൾ ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇന്ന് കോളേജിൽ പോകാനുണ്ടായിരുന്നു, ഗ്രേഡ് കാർഡും ടി സി ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നേരെ കോളേജിലോട്ടുമാണ്. പിന്നെ ഞങ്ങൾ ഈ 2 ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ ബസ്സിനാണ് വന്നത്. ഞാനും എൻ്റെ ആ ഫ്രണ്ടും കൂടി വണ്ടിക്ക് വന്നു. പിന്നെ എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ അറിയാലോ, കളിയാക്കലും പരിപാടികളൊക്കെ തന്നെ. അതൊക്കെ ടി സി ഒക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലേക്ക് വന്നു. ഞങ്ങൾ ബർഗറും സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്ത്, ഞാനും ഫൈദയും സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. സാല ബർഗർ പറഞ്ഞു. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ബർഗറും സാൻഡ്വിച്ചൊക്കെ വന്നു. സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഉപ്പിലിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ബീട്രൂട്ടും മാങ്ങയൊക്കെ മേടിച്ചു. അപ്പോൾ അതായത് കഴിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത്രയുള്ളൊരു കുട്ടി വ്ലോഗ്. സോ ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന പോലെ തന്നെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ.